കേരള സമൂഹം ആദരിക്കുന്ന KPCC പ്രസിഡൻ്റായിരുന്ന, കേരളത്തിൻ്റെ സ്പീക്കറായിരുന്ന, മന്ത്രിയായിരുന്ന, MP ആയിരുന്ന, MLA ആയിരുന്ന ശ്രീ VM സുധീരനെ കുറിച്ച് വളരെ മോശമായൊരു പരാമർശം അദ്ദേഹം നടത്തി. ഒരിക്കലും ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഈ കുട്ടികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം അങ്ങനെ പറയരുതായിരുന്നു. അത് ദൗർഭാഗ്യകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 3 കാരണങ്ങൾ, സാധാരണ ഈ രാഷ്ട്രീയക്കാർ പല്ലിന് പല്ല്, മൂക്കിന് മൂക്ക്, അങ്ങനെയൊക്കെയാണ്, എല്ലാത്തിനും അതുപോലെ തന്നെ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ വാക്കിന്, അദ്ദേഹം ഉപയോഗിച്ച വാക്കിന് തത്തുല്യമായ ഒരു വാക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ കട്ടിയുള്ളൊരു വാക്ക് പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് പക്ഷേ അതുപോലത്തെ വാക്ക് വരില്ല, നാവിൽ അത് വരില്ല സാധാരണ. 3 കാരണങ്ങൾ കൊണ്ട് ഞാൻ അതേപോലത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. ഒന്ന്, ഞാൻ അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയെ ബഹുമാനിക്കുന്നു. അത് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുകയാണ്. കുമാരനാശാനെ പോലെ കാവ്യ കൈരളിയെ സമ്പന്നമാക്കിയ ഒരു മഹാകവി ഇരുന്ന കസേരയാണ്. കുമാരനാശാൻ്റെ നാവിൻ തുമ്പിൽ എന്തെല്ലാമാണ് വന്നിരുന്നത്. ഡോക്ടർ പൽപുവിനെ പോലുള്ള വിദ്യാഭ്യാസ വിചക്ഷണനായ ഒരാളിരുന്ന കസേരയാണ്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ പ്രായം. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഏകദേശം അതിനടുത്ത് പ്രായം വരുമായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല.